സ്വകാര്യവൽക്കരണത്തിന്റെ പ്രത്യേക മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. അത് ശരിയാവാനിടയില്ല. ഇവിടെ ഗൗരവമുള്ള പ്രശ്നം ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം ഇതിനകം നിരവധി മേഖലയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ദൗത്യം നിറവേറ്റി മുമ്പോട്ടേക്ക് പോവുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യത കേരള ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റായിരുന്നു കരാർ ഉണ്ടാക്കിയത് എന്ന കാര്യം അന്ന് തന്നെ അറിയുന്നതാണ്, വ്യക്തതയുള്ളതുമാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാജ്യത്തോട് പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയത്, ഇടതുപക്ഷമല്ല എന്ന് പറയുന്നതിന് നിങ്ങൾ അദാനിയുമായിട്ട് കരാറുണ്ടാക്കി തുറമുഖം തുടങ്ങി എന്ന കാര്യം പറയുകയുണ്ടായി. അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്, തുറമുഖം തുടങ്ങിയത് അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്, ഉമ്മൻചാണ്ടിയാണ് ഒന്ന് മുഖ്യമന്ത്രി എന്ന കാര്യം അന്ന് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇപ്പോഴെനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അദാനിയുടെ 49% ഷെയർ യഥാർത്ഥത്തിൽ അദാനി ഇതേവരെ ചെലവാക്കിയതിൻ്റെ ആകെ തുക ഏതാണ്ട് 3000 കോടിക്ക് താഴെയാണ്. 3000 കോടി പോലും ഇതേവരെ ചെലവാക്കിയ പണം ഇല്ല. 13,000 കോടിക്കാണ് 49% അവരുടെ ഷെയർ മാറ്റുന്നത്. എത്രയായിരം കോടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യത്യാസം? ഇപ്പോൾ 3000 കോടി പോലും ഇതുവരെ ചെലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിൻ്റെ 49% ഗവൺമെൻറ് സമ്മതമില്ലാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്, 25%-ലധികം ഷെയർ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും വി.ഡി. സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ രാജ്യരക്ഷാപരമായിട്ടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ വളർച്ചയിൽ കുത്തകവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കപ്പൽ ഇറക്കാനും അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകാനും കഴിയുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്, മൾട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തുറമുഖം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത്. ഇത് മുഴുവൻ ഒരു കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് വരുന്നത്. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഈ 25%-ലധികം ഷെയർ മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. സ്വാഭാവികമായിട്ടും അത് കുത്തകകൾക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കാണുന്നത്. വിഴിഞ്ഞം വിവാദം അടക്കമുള്ള, വിഴിഞ്ഞം ഓഹരി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പോർട്ടിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നതിന് പകരം ഈ രീതിയിലുള്ള നിലപാടിനെ കേരളം ശക്തിയായിട്ട് എതിർക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവി വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് വിഴിഞ്ഞം തുറമുഖവുമായിട്ട് നമ്മൾ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗൗരവതരമായ പ്രശ്നം, ഈ കുത്തകവൽക്കരിക്കാനുള്ള പ്രവർത്തനം സ്വിറ്റ്സർലൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് MSC കമ്പനി പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയും കൂടിയാണ്. അപ്പോൾ അതെല്ലാം അവരുടെ താല്പര്യത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഈ മേഖലയിൽ ഒരു തുറമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കാൻ പാടില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, ഏത് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല,
കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളം ഈ ഒറ്റക്കെട്ടായിട്ട് ഈ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. ജനാധിപത്യ കേരളം ആ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളൊന്നും തന്നെ മോശമാകുന്ന രീതിയിൽ അതിന് തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം നിയമസഭയിലടക്കം അല്ല, അത് ആ പറയുന്നതിൽ യാതൊരു കാര്യമില്ലല്ലോ.